മുത്തുനബി പറഞ്ഞത് അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. മദീന അറിയുന്നവരാണെങ്കിൽ അവർ മദീനയാണ് എനിക്ക് കിടക്കേണ്ടത്, താമസിക്കേണ്ടതെന്ന് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മദീനത്ത് നിന്ന് ഞാൻ പോയിട്ട് വരാ ഇങ്ങനെയല്ലേ പോകല്? മദീനത്ത് നിന്ന് വരാ എന്ന നിലക്ക് പോകരുതെന്നാ. അള്ളാഹു മദീനയിൽ മുത്തുനബിയുടെ പൊരുത്തുണ്ടെങ്കിൽ കിടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. പേടിക്കണ്ട. അള്ളോ പൊന്നാനി കിടന്നിട്ട് എന്താ കാര്യം? മഹാന്മാരെ ഹദറത്തിലാണ് ഇൻഷാ അല്ലാഹ്. അതല്ല ഞാൻ പറയുന്നത്. മദീന അങ്ങനെയല്ല. മൻ ഖദറ യമൂത ബിൽ മദീന ഫൽയമൂത് ബിഹാ. മദീനയിൽ മരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. അവിടെ മരിച്ചു കൊള്ളട്ടെ, ഞാൻ അവന് ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് എവിടുത്തെ ശഫാഅത്ത്? ആഖിറത്തിലോ? ആഖിറത്തിലെ ശഫാഅത്ത് മദീനയിൽ മരിക്കണം എന്നൊന്നുമില്ല. എവിടുന്ന് മരിച്ചാലും കിട്ടും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്. അല്ലാഹു അതും നമുക്ക് നൽകട്ടെ. ഖബറിലെ ശഫാഅത്ത് കിട്ടും. ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല. മുത്തുനബി ശഫാഅത്ത് ചെയ്യും. അല്ലോ മദീനയിൽ എത്ര വഹാബി കിടന്നു, എത്ര പേച്ചവൻ കിടന്നു. ഇല്ല മക്കളെ, അങ്ങനെ മദീനയിൽ ആരെയും മറവ് ചെയ്യപ്പെടുകയില്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മദീനയിൽ തമ്മാടികൾ, ബിദ്അത്തുകാർ, അള്ളാഹു പൊരുത്തപ്പെടാത്തവർ കിടക്കുകയില്ല. മറവ് ചെയ്യൂല എന്നല്ല പറഞ്ഞു. മറവ് ചെയ്താൽ ഉടനെ തന്നെ അവിടുന്ന് മാറ്റം ചെയ്യപ്പെടും. ഇതെന്റെ വക പറഞ്ഞതല്ല. മഹാനായ ഇമാം ഫാസി അവിടുത്തെ ശിഫാഉൽ ഖറാം ഫി സിയാറത്തി ബലദിൽ ഹറാം എന്ന ഗ്രന്ഥം, 2 വാള്യമുള്ള ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും കിതാബ്, എടുത്തു നോക്ക്. അവിടെ കിടക്കാനയക്കൂല. അനുഭവങ്ങൾ എത്രയോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കിതാബിൽ. വിദ്അത്തുകാരനെ മറവ് ചെയ്തു. ഒരു വിദ്അത്തുകാരനെ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്ത് ഇങ്ങോട്ട് പോന്ന്. പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഖബർ തുറന്നിട്ടുണ്ട്. ഒരു പൊടി മണ്ണ് പോലും ചുറ്റുഭാഗത്തില്ല. ഇഷ്ടികൊക്കെ തട്ടിയിട്ട് കിടക്കുന്നുണ്ട്. കൊണ്ടുപോയിന് അവൻ അവിടുന്ന്. അത് ഒരു ദിവസത്തെ അനുഭവമല്ല. ഇത് ഇമാം സഖാവി തങ്ങൾ അവിടുത്തെ മഖാസിദുൽ ഹസനയിൽ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫത്തുൽ ലത്തീഫയിൽ കാണാം. സഖാവിയുടെ തുഹ്ഫത്തുൽ ലത്തീഫ ഫി ഫളായിലിൽ മദീനത്തി ശരീഫ എന്ന ഗ്രന്ഥത്തിൽ കാണാം. പല കിതാബിൽ ഇത് കാണും. ശിഫാഉൽ ഖറാമിൽ കാണാം. എന്നാൽ പൊന്നാനിയിൽ മറവ് ചെയ്യപ്പെട്ട ആള്, മറ്റൊരു നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട ആളെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കിടക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് മുത്തുനബിയെ അള്ളാഹുവിനോടും പറഞ്ഞ് സ്വീകരിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ പൊന്നാനിയിൽ മറവ് ചെയ്യപ്പെട്ട ശേഷം മദീനയിലേക്ക് കൊണ്ടുപോകപ്പെടും. അള്ളാഹു അതിനെങ്കിലും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ സംഭവിച്ചതും ശിഫാഉൽ ഖറാം എന്ന കിതാബിൽ കാണാം. മറ്റൊരു നാട്ടിൽ മറവ് ചെയ്തൊരു ഇമാമിനെ ജന്നത്തുൽ ബഖീലെ ഖബറിലേക്ക് കൊണ്ടുവന്നതും ആ ഖബറിൽ നിന്നുള്ള ഒരു ബിദ്അത്തുകാരനെ നാട്ടിലെ ഖബറിലേക്ക് മാറ്റിയതും കാണാം. അൽ മദീനത്തു യുഖ്രിജുൽ ഖബസ്. മദീനയിൽ വൃത്തികെട്ടവൻക്ക് നിൽക്കാൻ കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് മദീന. ഇതാണ് മദീന. ആ മദീനയിൽ ചെന്നാൽ ചെരുപ്പിടാത്ത ആളുകളുണ്ട്. ആ മദീനയിൽ മൂത്രമൊഴിക്കാത്ത ആളാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നമുക്കതിന് കഴിയില്ല. ചെരുപ്പിടാത്തവർ. നമ്മൾ ചെരുപ്പിടുന്നു മാത്രാണോ? ചിമ്പുളിയും തിരക്കല്ലേ മദീനയിലെത്തിയാൽ. ഉസ്താദുമാർക്കൊക്കെ പേടിയാ മദീനയിലെത്തിയാൽ. ഉറക്കൊരു ദുആയും കൂടി നടത്തൂല. പേടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ കിടക്കുന്നു. നമ്മൾ മദീനയിൽ പോകുമ്പോൾ ആദ്യം മദീനയെ പറ്റി ഒന്ന് പഠിക്കണം, എന്നിട്ട് പോകണം. എന്നിട്ട് മദീനയുമായി ബന്ധമുള്ള ആൾക്കാരുണ്ടാവും നമ്മളെ നാട്ടിൽ, സയ്യിദന്മാർ, അവിടുത്തെ മക്കള്, അവരടുത്തൊക്കെ ഒന്ന് പോകണം. അത് ഗ്രൂപ്പ് നോക്കരുതയിൽ. എല്ലാ തങ്ങന്മാരടുത്തൊന്ന് പോവുക. എനിക്ക് തങ്ങളാപ്പ ഒരു സലാം ഏൽപ്പിക്കണം മദീനയിലേക്ക് എൻ്റെ കയ്യിൽ എന്ന് പറയാം. ഉസ്താദുമാരടുത്ത് പോവുക, അവിടെ ഒരു സലാം വാങ്ങുക. ഞാൻ പോകുമ്പോൾ ഉള്ളാളത്തപ്പൻ്റെ ഒന്ന് സലാം വാങ്ങാറുണ്ട്. എൻ്റെ ഷെയ്ഖ് സയ്യിദി യൂസുഫുൽ ജിലാനി വൈലത്തൂരി അവരുടെ കയ്യിൽ നിന്ന് സലാം വാങ്ങാറുണ്ട്. എൻ്റെ ഷെയ്ഖുന വൈലത്തൂർ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് സലാം വാങ്ങാറുണ്ട്. ആ സലാമുമായി ചെന്നാൽ നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന നിലക്ക ഈ സലാമുമായി നമ്മൾ പോകണം. എന്നിട്ട് കുറെ മദീനെ പറ്റി പഠിക്കണം. ആ നാടേതെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് മദീന യാത്രയാവുകയുള്ളൂ. നഷ്ടപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. നാം എത്ര റസൂലദബ് ചെയ്താലും അള്ളാഹുവിന്റെ റസൂൽ നമ്മ വെറുക്കുകയില്ല. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കൊടുത്ത മത് നമുക്ക് നൽകട്ടെ. മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. മദീന മൂത്തേടത്തേക്ക് എത്തിച്ചേരും എന്നാണ് എന്റെ വിശ്വാസം. മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ്. ഇത്ര അദബ് കെട്ട വാക്ക്, ഇത്രയും ദീനിൽ നിന്ന് അകന്നു പോകുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അവർക്ക് വിവരമുണ്ടെങ്കിൽ, പിന്നെ പറഞ്ഞ കാര്യമില്ല. ലൗ കാനൂ യഅലമൂൻ, അവർക്ക് വിവരമുണ്ടെങ്കിൽ, അവരറിയുകയാണെങ്കിൽ
അൽ മദീനത്തു ഖൈറുൽ ലഹും, മദീന അവർക്ക് ഖൈറാ. ആ മദീനയെ സംബന്ധിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബിദ്അത്ത്, വ്യാജ ത്വരീഖത്തിൽ കുടുങ്ങിയാൽ അങ്ങനെയാണ്. മദീനയെ സംബന്ധിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബിദ്അത്ത്, അത് തന്നെയാണ് വേറൊരു കൂട്ടർ മദീനത്ത് സിയാറത്തിന് പോകണ്ട, വേറൊരു ബിദ്അത്ത്. മദീനയിലേക്ക് സിയാറത്തിന് പോകണ്ട, നബിതങ്ങളെ സിയാറത്തിന് പോകണ്ട എന്ന് പറയുന്നത് വേറെ ഒരു ബിദ്അത്ത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. അറബി ഭാഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ച് ഖുർആനൻ അറബിയൻ, അറബിയിലാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറബിയാണ്, അതുപോലെ അറബി ഭാഷയുടെ മഹത്വം. നബി തങ്ങൾ അറബി ഭാഷക്കാരനാണ്. അതിന്റെ പുറമെ ഖുർആൻ അതിനേക്കാൾ മഹത്വമുള്ള വേറെ ഒരു ഗ്രന്ഥമില്ല. ആ ഖുർആൻ ദാമത്തിൽ ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീന ഇദ് ജാഅത് വലം തദുമി. കാലകാലം നിലനിൽക്കുന്ന ഖുർആൻ, ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഖുർആൻ, എന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്തായ ഖുർആൻ. ആ മഹത്തായ ഖുർആൻ അറബി ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷക്കാരനാണ്. എന്നല്ല എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നന്നായി അറബി ഭാഷ പഠിച്ചോളൂ. അറബി ഭാഷ പഠിക്കൽ വുജൂബാണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ റിസാലയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അറബി ഭാഷയിലാണ് അത്തഹിയാത്ത്, അറബി ഭാഷയിലാണ് തക്ബീർ, അറബി ഭാഷയിലാണ് ഫാത്തിഹ, അറബി ഭാഷയിലാണ് അങ്ങനെയുള്ള എല്ലാം. അതൊക്കെ പഠിക്കൽ നിർബന്ധം തന്നെ. എന്നാൽ അതിനപ്പുറം എത്രത്തോളം അറബി ഭാഷ പഠിക്കാൻ കഴിയുമോ അത്രത്തോളം അവൻ ഇൽമിൽ നൈപുണ്യമുള്ളവനാകും. അതുകൊണ്ട് നഹ്വും സർവുമൊക്കെ മുതഅല്ലിമീങ്ങൾ നന്നായി പഠിക്കണം, ഭാഷ പഠിക്കണം. ആ അറബി ഭാഷയ്ക്ക് മഹത്വമുണ്ട്, അതേപോലെ തന്നെ അറബികൾക്കും മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ് എന്നത് തന്നെ കാരണം. യതീം കുട്ടികൾക്ക് മഹത്വമുണ്ട്, കാരണം നബി തങ്ങൾ യതീമാണ്. അതുകൊണ്ട് യതീം കുട്ടികൾക്ക് വലിയ ബഹുമാനമുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറബികളെ ഒന്നടങ്കം നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന വാക്കുകൾ. അറബികളെ പോലെ ഒരു വിഡ്ഢി സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് മഹത്വം പാടുന്ന ആശയങ്ങൾ, ഇതെല്ലാം കടുത്ത ബിദ്അത്തിന്റെ ആശയങ്ങളാണ്, വ്യാജ ത്വരീഖത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. മനുഷ്യഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കണം. നമ്മളെ നാട്ടിലേക്കും നമ്മളെ കൊല്ലൊന്നല്ല ക്ഷണിക്കേണ്ടത്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കണം. അതിനുള്ള ദഅവത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ. അൽഹംദുലില്ലാഹ്.